കല്യാണരാമനിലെ മദാലസി നമ്മൾ ആരും മറക്കാനിടയില്ല. ആ സീനിൽ സലിംകുമാറിനൊപ്പം പൊട്ടിച്ചിരിപ്പിച്ച നടിയാണ് ബീന കുമ്പളങ്ങി. നടി ബീന കുമ്പളങ്ങി ഗുരുതര രോഗത്തിന്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞുവെന്ന് നടി സീമാജി നായർ വെളിപ്പെടുത്തിയിരുന്നു. താരസംഘടനയായ അമ്മയാണ് ബീനയെ സഹായിക്കുന്നതെന്നും അന്ന് സീമാജി നായർ പറഞ്ഞു. ഒരു സംഘടനയെ നശിപ്പിക്കാൻ എളുപ്പമാണെന്നും എന്നാൽ പ്രസംഗിക്കുന്നവരൊന്നും ഒരു നേരത്തെ മരുന്ന് പോലും വാങ്ങിക്കൊടുക്കില്ല എന്നുമാണ് സീമ പറഞ്ഞത്. അനീതിയും ഭർത്താവും ചേർന്ന് ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിയ ബീനയുടെ അവസ്ഥ നവമാധ്യമങ്ങളിലൂടെ പ്രേക്ഷകരും അറിയുകയായിരുന്നു. എന്താണ് ഈ ഒറ്റപ്പെടൽ, എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് എന്നൊക്കെ ഇപ്പോൾ അഭിമുഖങ്ങളിൽ തുറന്നു സംസാരിച്ചിരുന്നു ബീന കുമ്പളങ്ങി. അഗതി മന്ദിരത്തിൽ സ്വസ്ഥമായി കഴിയുമ്പോഴും തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് തന്നെയാണ് ബീനയുടെ ആഗ്രഹം. വളരെ ചെറുപ്പത്തിലാണ് അഭിനയിക്കാൻ എത്തിയത്. അച്ഛനും കുടുംബവും ഒക്കെ അന്നത്തെ ജന്മിമാരായിരുന്നു. ഭാഗം വെച്ച് പിരിഞ്ഞതിനു ശേഷം എല്ലാം നഷ്ടപ്പെട്ടു. പിന്നീട് കുടുംബത്തെ പോറ്റാൻ തനിക്ക് അഭിനയത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അഭിനയിച്ചു തുടങ്ങിയത്. അച്ഛനും അമ്മയും 7 സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബത്തിന് ആശ്രയം ഞാൻ മാത്രമായിരുന്നു. ആഗ്രഹിച്ച് അഭിനയത്തിലേക്ക് വന്നതല്ല, നിവൃത്തികേടായിരുന്നു. അന്ന് അഭിനയിക്കാൻ പോകുന്നതിന് കുടുംബത്തിലുള്ളവർ തന്നെ കുറ്റം പറയും. പക്ഷേ നാട്ടുകാരെല്ലാം എനിക്ക് സപ്പോർട്ടായിരുന്നു. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ കുടുംബത്തെ നോക്കുന്നത് എന്നവർക്കറിയാം. സ്കൂൾ യൂണിഫോം വാങ്ങണമെങ്കിൽ എനിക്ക് വർക്ക് കിട്ടണം. മാറിയുടുക്കാൻ എനിക്കൊരു ബ്ലൗസ് ഇല്ലെങ്കിലും അനിയത്തിമാരുടെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതെല്ലാം പറയണമെന്ന് കരുതിയതല്ല. അങ്ങനെ ചെയ്തതിന്റെ കണക്ക് പറഞ്ഞ് എനിക്കൊന്നും നേടാനില്ല. പക്ഷേ ഓർത്തു പോകുന്നു. കല്യാണരാമൻ എന്ന സിനിമയ്ക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ അഭിനയിച്ചിട്ടില്ല. അഭിനയിക്കാൻ പോകുന്നതിൽ ഭർത്താവിന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വർക്ക് വന്നില്ല എന്നതാണ് സത്യം. മക്കളില്ല. ഭർത്താവ് നന്നായി മദ്യപിക്കുമായിരുന്നു. എനിക്ക് കുടുംബപരമായി കിട്ടിയ സ്ഥലം വിറ്റ് അദ്ദേഹത്തിന്റെ കുറച്ച് കടങ്ങളൊക്കെ തീർത്തു. മരിച്ചതിന് ശേഷം എന്റെ ഇളയ അനിയനാണ് പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. തറവാട്ട് വീട്ടിലേക്കാണ് വന്നത്. അവിടെ അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മ സംഘടന ഇടപെട്ട് 3 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ വീട് വെച്ചു തരാമെന്ന് പറഞ്ഞു. സഹോദരൻ 3 സെന്റ് സ്ഥലം തന്നപ്പോൾ അവിടെ വീട് വെക്കുകയും ചെയ്തു. എന്നാലും അമ്മച്ചി തറവാട്ടിലുള്ളത് കാരണം ഞാൻ അവിടെ തന്നെ നിന്നു. വീടില്ലാത്ത അനിയത്തിയും ഭർത്താവും എന്റെ വീട്ടിലും നിന്നു. എനിക്ക് വീടൊന്നും വേണ്ടല്ലോ, എന്റെ കാലം കഴിയുന്നതുവരെ അവരും അവിടെ നിന്നോട്ടെ എന്നാണ് ആദ്യം കരുതിയത്. പക്ഷെ പിന്നെ ആങ്ങളുടെ സ്വരം മാറി. മരിക്കുന്നതിന് മുൻപേ അമ്മ അക്കാര്യം എനിക്ക് സൂചന തന്നിരുന്നു. ഞാൻ മരിച്ചാൽ നീ നിന്റെ വീട്ടിൽ തന്നെ നിന്നാൽ മതി, ഇങ്ങോട്ട് കയറരുത് എന്നൊക്കെ പറഞ്ഞേൽപ്പിച്ചിരുന്നു. അമ്മ മരിച്ചതിന് ശേഷം ഞാനൊരു ബാധ്യതയാവും എന്ന രീതിയിൽ ഞാൻ കേൾക്കെ സഹോദരൻ സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ എനിക്ക് നിർമ്മിച്ചു നൽകിയ വീട്ടിലേക്ക് മാറി. പക്ഷേ അവിടെ എത്തിയപ്പോൾ അനിയത്തിയും ഭർത്താവും എന്നെ മാനസികമായി ക്രൂരമായി പീഡിപ്പിച്ചു. തിന്നാനും കുടിക്കാനും പോലും നൽകിയില്ല. കുത്തി നോവിക്കുന്ന വാക്കുകൾ എന്നെ ഒരു ഭ്രാന്തിയെ പോലെയാക്കി. ഒരു കട്ടിലിൽ ചുരുണ്ടുകൂടി. ആ കട്ടിൽ മാത്രമാണ് എന്റെ ലോകമെന്ന രീതിയിൽ മാറിയിരുന്നു. പക്ഷെ പിന്നീട് വീട് അവരുടെ പേരിലേക്ക് മാറ്റി എഴുതണം എന്ന് പറഞ്ഞ് അവളും ഭർത്താവും പീഡിപ്പിക്കാൻ തുടങ്ങി. അതിന് എരിവിരി കയറ്റി കൊടുത്തത് എന്നെ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ സഹോദരനാണ്. ഏറ്റവും ഇളയ സഹോദരി ഒഴികെ മറ്റെല്ലാവരും ഒറ്റക്കെട്ടായി. എനിക്ക് വരുമാനം വരാതായതോടെ അവർക്കൊക്കെ ഞാൻ ബാധ്യതയായി എന്ന രീതിയിലായിരുന്നു പരിഗണന. ഒന്നുകിൽ എനിക്ക് ഭ്രാന്താവും, അല്ലെങ്കിൽ ഞാൻ സ്വയം എന്തെങ്കിലും ചെയ്തു പോകും എന്ന അവസ്ഥ എത്തിയപ്പോഴാണ് ശാന്തകുമാരി ചേച്ചിയെ വിളിച്ച് കരഞ്ഞത്. സീമാജി നായരെ വിളിച്ച് സംസാരിക്കുക, അവൾ എന്തെങ്കിലും വഴി കാണിച്ചു തരുമെന്ന് ചേച്ചി പറഞ്ഞു. അങ്ങനെയാണ് സീമയെ വിളിക്കുന്നത്. ഞാൻ നോക്കി വളർത്തിയവരെ കുറിച്ച് കുറ്റം പറയാനോ അവരെ ഇറക്കി വിടാനോ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല. പക്ഷെ എന്നെ ഇങ്ങനെ ആക്കിയതിന്റെ സങ്കടമുണ്ട്. എടുത്തു നടന്നില്ലെങ്കിലും എന്നെ അവർ ഒറ്റപ്പെടുത്തുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും